ഹലോ, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മൾ ഓൾ ഓവർ യു എ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം യു എയിൽ ഇനിയുള്ള കുറച്ച് ബിസിനസ്സിൻ്റെയും ബാക്കി ട്രേഡ് കാര്യങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പം യു എയെ പറ്റി നമ്മൾ ഓടിച്ച് നോക്കുകയാണെങ്കിൽ വാട്ട്, വെയർ, ഹൂ, വെൻ, വൈ, അതിൽ നമ്മളിപ്പം യു എയുടെ സക്സസ് മോഡൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രേഡിങ്ങിലുണ്ട്, എയറോസ്പേസ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ടൂറിസം ഉണ്ട്, ലൈവബിലിറ്റി ഉണ്ട്, സസ്റ്റൈനബിലിറ്റി ഉണ്ട്, എമർജിങ് ടെക്നോളജീസ് ഉണ്ട്, ഫ്യൂച്ചർ ആസ്പിറേഷൻ ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ അവർ ഓൾറെഡി അവർ സക്സസ്ഫുള്ളാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ അവർ വിജയിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇത്രയും ഡെവലപ്പായതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അവർ ഇൻഫ്രാസ്ട്രക്ചറിലാവട്ടെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സിലാവട്ടെ അവർ ബിൽഡ് ചെയ്ത് ഈ രാജ്യം ടോപ്പ് നമ്പർ 1 ആവാൻ അവർ നോക്കുകയും ചെയ്യുന്നത്. വെസ്റ്റേൺ യൂറോപ്പിലേക്ക് യു എ 632 ബില്യൻ്റെ ട്രേഡിങ്ങാണ് അവർ നടത്തിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് 12th ആയിട്ടുള്ള കണ്ടെയ്നർ പോർട്ടാണ് നമ്മുടെ യു എക്കുള്ളത്. അതിൽ 68% മിഡിൽ ഈസ്റ്റിൻ്റെ ഓഷ്യൻ കണ്ടെയ്നർ ട്രേഡിങ് നടത്തുന്നത് നമ്മുടെ യു എ തന്നെയാണ്. ടോട്ടലി വേൾഡിലാണെങ്കിൽ 2.2% കണ്ടെയ്നർ ട്രാൻസിറ്റും മറ്റും നടത്തുന്നതും നമ്മുടെ യു എ തന്നെയാണ്. പിന്നെ ലോകത്തിലെ 6ാമത്തെ ഓയിൽ എക്സ്പോർട്ടർ കൂടിയാണ് നമ്മുടെ യു എ. ഓക്കെ, അതുകൂടാതെ 6ാമത്തെ ഗോൾഡ് എക്സ്പോർട്ടറും കൂടിയാണ് നമ്മുടെ യു എ. അതായത് ഏറ്റവും മേജറായിട്ടുള്ള കൺസ്യൂമർ മാർക്കറ്റ് കൂടിയാണ് നമ്മുടെ യു എ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇവിടെയാണ് വന്നിട്ട് അത് ഏറ്റവും കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ യു എ എന്ന് പറയുന്നത്. പിന്നെ ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും ചൈന ഡയറക്റ്റ് ഇല്ല. അത് യു എയിൽ വന്നിട്ടാണ് അതിൻ്റെ 60% ചൈന എക്സ്പോർട്ട് യു എ വഴിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബലി സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് യു എ. അപ്പം ഇവിടെ വന്നിട്ട് അവർക്ക് ട്രാൻസ്ഷിപ്പ് അയക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അതുപോലെ അതിനുള്ള സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം അവർക്ക് ആ രീതിയിലുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ദുബായിൽ വന്നിട്ട് അല്ലെങ്കിൽ യു എയിൽ വന്നിട്ട് അവർ ട്രാൻസ്ഷിപ്പുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്സ്പോർട്ട് മാർക്കറ്റാണ് യു എയിലുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം ഇവിടെ വന്നിട്ട് റീപാക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ടാക്സ് ആവാം, വേറെ എന്തോ ആവാം. അതുകൊണ്ട് വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്സ്പോർട്ട് മാർക്കറ്റാണ് യു എ എന്നുള്ളത്. കാരണം അത്രയും കാര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു പുതിയ ഒരാൾ അല്ലെങ്കിൽ വെളിയിൽ നിന്നൊരു സാധനം വരുമ്പോൾ ഇവിടെ വന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഹാർഡായിട്ട് ഡിഫിക്കൽട്ടി ആയിട്ട് ഒരു പാത്താണെങ്കിൽ ഒരിക്കലും ആൾക്കാർ ഇതുവഴി വന്നിട്ട് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് സാധനം എടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് അതൊരു ഈസി വേ ആയതുകൊണ്ട് തന്നെയാണ് സാധനങ്ങൾ ഇവിടെ വരികയും വേൾഡിലെ ലാർജസ്റ്റ് എക്സ്പോർട്ട് മാർക്കറ്റായിട്ട് യു എ മാറുകയും ചെയ്തിട്ടുള്ളത്. യു എയിൽ 134 മില്യൺ പാസഞ്ചേഴ്സാണ് ഒരു വർഷത്തിൽ ട്രാവൽ. ഏകദേശം 8,83,000 ഫ്ലൈറ്റ്സ് അവർക്ക് വേണ്ടി സർവീസും ചെയ്യുന്നുണ്ട്. അപ്പം വേൾഡിലെ ഏറ്റവും ഒരു ബിസിയസ്റ്റ് എയർപോർട്ട് ആവാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം സെൻട്രൽ ലൊക്കേറ്റഡ് ആയതുകൊണ്ട് യു എ കണക്ട് ചെയ്യാതെ ആൾക്കാർ എങ്ങും സഞ്ചരിക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഈ യു എസിലേക്ക് പോകുന്നെങ്കിൽ ഏതൊരാളായാലും നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് വന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കും യു എസിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്നത്. കാരണം അതാണ് അവർക്ക് ഡയറക്റ്റ്, അല്ലെങ്കിൽ ഒന്നി ടിക്കറ്റ് ഫെയർ ആവട്ടെ, അല്ലെങ്കിൽ ചിലവർക്ക് ഒരു വന്നിട്ട് ഒന്ന് ട്രാൻസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകുന്ന ആൾക്കാർ പല മൈൻഡിലുള്ളവരായിരിക്കും. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഈ യു എയിൽ വന്നിട്ട് ആയിരിക്കും അവർ പോകുന്നത്. വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു സ്കൈ കാർഗോയാണ് നമ്മുടെ എമിറേറ്റ്സ് സ്കൈ കാർഗോ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടു ഡെലിവറിയാണ് അവർ ചെയ്യുന്നത്. കാരണം ഏതൊരാളും വിശ്വസിച്ചൊരു സാധനം, അത് എത്ര വാല്യൂബിൾ ആയിട്ടുള്ള സാധനം ആയിക്കോട്ടെ, അവർ എമിറേറ്റ്സ് കാർഗോ സ്കൈ കാർഗോ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ടൈമിൽ ഡെലിവറി ചെയ്യും. കാരണം ഒന്നുകിൽ ചിലപ്പം അവർ അവിടെ നിന്ന് അയച്ചിട്ട് ചിലപ്പം ഇവിടെ അതായത് ആ ആൾ ഇവിടെ റീച്ച് ആവുന്ന മുമ്പേ, ദുബായ് റീച്ച് ആവുന്ന മുമ്പേ സാധനം ചിലപ്പോൾ ദുബായിലെത്തും, അല്ലെങ്കിൽ അവർ ഏത് ഡെസ്റ്റിനേഷനിലാണ് അവിടെ എത്തുക. അത്രയും ടൈംലി ആയിട്ടാണ് അവർ കാര്യങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഏറ്റവും വലിയൊരു ലാർജസ്റ്റ് കാർഗോ എയർലൈൻ വേൾഡ് സ്വന്തമായിട്ട് ദുബായിക്കുണ്ട്. അതാണ് നമ്മുടെ എമിറേറ്റ്സ് സ്കൈ കാർഗോ എന്ന് പറയുന്നത്. എയറോസ്പേസിന് വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തുന്ന, ഒരുപാട് ബില്യൺസ് ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ ഒരു ചെറിയ രാജ്യമായ യു എ എന്നുള്ളത്. 6ാമതായിട്ട് സ്പേസ് ക്രാഫ്റ്റ് സെൻഡ് ചെയ്ത രാജ്യമാണ് നമ്മുടെ യു എ. കാരണം അവർ ഇപ്പോഴേ ഈ ഒരു ചെറിയ രാജ്യമായിട്ട് പോലും അവർ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് അവർ പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. 25th ഗ്ലോബലി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അക്കോർഡിംഗ് ടു കോമ്പറ്റീറ്റീവ് റിപ്പോർട്ടിൽ റീജിയനിൽ നമ്മളാണ് ഒന്നാമത്, അതായത് നമ്മുടെ യു എ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 11th ഗ്ലോബൽ ലോജിസ്റ്റിക് പെർഫോമൻസിൽ റീജിയനിൽ ഫസ്റ്റാണ് നമ്മളുള്ളത്. റീജിയനിലെ നമ്പർ 1 ഹോം ഗ്രോൺ ടെക് യൂണിക്കോൺസ് നമ്മുടെ യു എ ആണ്. അത് നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ കരീം പറയാം, Suk.com പറയാം, EMPG പറയാം. 2020 യു എയിൽ എന്ന് പറഞ്ഞാൽ FDI ഇൻവെസ്റ്റ്മെൻറ്റിൽ
ഗ്ലോബലി 15ാമത്തെ റാങ്കായിരുന്നു. പക്ഷേ അത് 2025 നമ്മൾ 1ാം റാങ്കിലേക്ക് എത്തി. അപ്പം അവരൊരു മിഷൻ കണ്ടോ, 2020 15ആയിരുന്നു, അത് 5 കൊല്ലം കൊണ്ട് അവർ ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തി. അപ്പം ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 4-5 കൊല്ലം പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ അന്ന് തൊട്ടേ ഇവിടുത്തെ സ്റ്റാർട്ടപ്പിനാവട്ടെ ടെക്നോളജീസിനാവട്ടെ അവർ ഫണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓരോ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അവർ അത്രയും പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് റിസൾട്ട് പോലും ഇല്ലാതെ അവർ സ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അവർ നടത്തിയിട്ടുള്ളത്. അപ്പം വൺസ് അവർക്കറിയാം അതിൽ നിന്ന് റിസൾട്ട് കിട്ടുമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ രാജ്യം ഇപ്പോൾ എക്സാമ്പിൾ കൊറോണയ്ക്ക് മുന്നേ ശരിക്കും അന്ന് അവർ 50% സ്റ്റാർട്ടപ്പിനും ടെക്നോളജീസിനും വേണ്ടിയിട്ട് അവർ ഫണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പോൾ ശരിക്കും ആൾക്കാർ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മാത്രം കൊണ്ടാണ് ദുബായ് ഇത്രയും ഇങ്ങനെ ആയിട്ടുള്ളത്. ശരിക്കും അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് കാര്യം ഇൻഫ്രാസ്ട്രക്ചറിലും അല്ലെങ്കിൽ ടെക്നോളജീസിൽ അല്ലെങ്കിൽ എയറോസ്പേസിൽ ബിസിനസ്സിൽ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യം വളർന്ന് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ടൂറിസ്റ്റിലേക്ക് വരാം. 21.5 മില്യൺ ടൂറിസ്റ്റാണ് ആനുവലി ഈ ഒരു രാജ്യത്തിലേക്ക് വരുന്നത്. അതിൽ മോസ്റ്റായിട്ട് അതായത് വേൾഡിലെ 4 മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒന്ന് സിംഗപ്പൂർ, ന്യൂയോർക്ക് സിറ്റി, ഇസ്താംബുൾ. ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ സ്കൈ ഡൈവ് ആവട്ടെ അല്ലെങ്കിൽ ഫോർമുല 1 ഇപ്പോൾ അബുദാബിയിൽ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല 1 അബുദാബിയിലെ ഗ്രാൻഡ് പ്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ദുബായ് വേൾഡ് കപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ് UAE. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് അട്രാക്റ്റ് ആയിട്ട് ചിലപ്പം ഒന്ന് ഒരു ടൂറിസ്റ്റിൽ വന്ന് കണ്ട് എല്ലാ കാര്യങ്ങളും കണ്ട് പോയിട്ട് ആളിന് ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ആളുകൾ മാറുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഷിഫ്റ്റ് ആവുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. കാരണം ടോളറൻറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ. അഥവാ ഇതാണ് ഈ ഒരു രാജ്യം പ്രോമിസ് ചെയ്യുന്ന കാര്യം. ഇനി നമുക്ക് UAEയുടെ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയാം. UAEയുടെ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം. അത് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കൊറോണ വന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്തിട്ട് ഈ രാജ്യം ആൾക്കാർക്ക് വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഏത് രാജ്യത്തെക്കാട്ടിയും ഏറ്റവും വേഗത്തിൽ ഈ ഒരു രാജ്യം ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് UAEയുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ എന്നുള്ളത്. അടുത്ത നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് പോകാം. 15+ ഇൻ്റർനാഷണൽ കരിക്കുലംസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുള്ളത്. അതിൽ തന്നെയാണ് നമുക്ക് കേട്ടോൾ പ്രോഗ്രാം ബേസ്ഡ് ഓൺ സിസ്റ്റംസ് UK, USA, ഇന്ത്യ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, ജപ്പാൻ, ചൈന, റഷ്യ, സ്പെയിൻ, ലെബനാൻ, ഫിലിപ്പീൻസ് ആൻഡ് മെനി മോർ. അപ്പോൾ അതാണ് 15+ കരിക്കുലം ആക്ടിവിറ്റീസാണ് ഈ ഒരു രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 2020 കണക്കും പ്രകാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് 2ാം സ്ഥാനത്താണ്. ഇനി UAEയിലെ ഫ്യൂച്ചർ ആസ്പിറേഷൻ പറഞ്ഞത് 2030 ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷന് അല്ലെങ്കിൽ ബിൽഡിങ് എല്ലാം 25% ബിൽഡിങ്സ് 3D പ്രിൻ്ററിലേക്ക് വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2031 UAEയുടെ എല്ലാ ഗവൺമെൻറ് ഓഫീസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത 2050 UAEയുടെ കാർബൺ എമിഷൻ എന്നുള്ളത് അവർ 70% അവർ കുറച്ചു കൊണ്ടുവരും. പിന്നുള്ള 2051 വിഷയം എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഫസ്റ്റ് ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് അവർ കൊണ്ടുവരും. 2117 ഏറ്റവും ബെസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മാർസിലെ ഏറ്റവും വലിയൊരു രാജ്യമായിട്ട് നമ്മുടെ UAE മാറും. അപ്പോൾ UAE കുറിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. ദിസ് ഈസ് ഫയാസ് ഫ്രം ലിവിംഗ് എക്സ് പ്രോപ്പർട്ടീസ്.